പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്തേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് 2 ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചേ. എസ്തേറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുന്നു എന്നുള്ളൊരു ശബ്ദമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചേ. ആ ആളുകൾക്ക് തോന്നുന്ന പ്രീതി അവളെ രാജാവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. നോക്കിയേ, അനേക പെൺകുട്ടികൾ അവിടെ ഉണ്ട്. രാജാവിൻ്റെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേക തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടും. എന്ത് ചോദിച്ചാലും അവർ എന്ത് ചെയ്യും? കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷേ ഹേഗായിക്ക് അവളോട് പ്രീതി തോന്നിയപ്പോൾ അവൾ പറയുക, എസ്തേറേ, അടുത്ത നിൻ്റെ ഊഴവാ, നീ രാജാവിൻ്റെ അടുത്തോട്ട് പോവുക. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാജാവ് നിന്നോട് ചോദിക്കും നിനക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷെ നീ ഒന്നും പറയില്ലേ, നിനക്കൊന്നും വേണ്ടാന്ന്. നീ അങ്ങ് സൗമ്യമായിട്ടങ്ങ് നിന്നോണം. നിൻ്റെ ആ സൗന്ദര്യത്തെക്കാട്ടിൽ നിൻ്റെ ആ പെരുമാറ്റത്തിനകത്ത്, നിൻ്റെ ആ സ്വഭാവത്തിനകത്ത് രാജാവിന് ഇഷ്ടം തോന്നിയിട്ട് നിൻ്റെ തലയിലോട്ടൊരു കിരീടം വരും. ആ കിരീടം വന്നാലുണ്ടല്ലോ എസ്തേറേ, നീ ചോദിക്കാത്തത് ഉൾപ്പെടെ ഉള്ളതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഹേഗായി പറഞ്ഞത് അതുപോലെ ആര് കേട്ടു? എസ്തേർ കേട്ടു. ബാക്കി പെൺകുട്ടികളോട് ഹേഗായിക്ക് പ്രീതി തോന്നിയോ? ഇല്ല. അവനറിയോ അവരൊക്കെ ഇല്ല, പോട്ടെ. പക്ഷേ എസ്തേറിനെ കണ്ടപ്പോൾ ഹേഗായിക്ക് തോന്നി രാജ്ഞിയായിട്ട്, ആമേൻ, ഇവളാ ആ കസേരയിൽ ഇരിക്കേണ്ടത്, ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ഇവളാ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് വെളിപ്പെട്ടതെന്ന് നമുക്കറിയാം. പിന്നത്തേതിൽ വലിയ ചില വിഷയങ്ങൾ വരാൻ പോവുക. അതിനു മുമ്പായിട്ട് തൻ്റെ ജനത്തെ ദൈവം ഒന്ന് ഒരുക്കുന്ന സമയമാണ്. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ചിലത് വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് ദൈവം മുൻകൂട്ടി ചില ഇടങ്ങളിൽ നിന്നെ ആക്കും കേട്ടോ. ചില ഇടങ്ങളിൽ മുൻകൂട്ടി ദൈവം നിന്നെ ആക്കും. എന്തിനാ അങ്ങനെ ആക്കുന്നതെന്നറിയാമോ? ആമേൻ, നീ തകർന്നു പോകാതിരിക്കാൻ, നിൻ്റെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ, നിൻ്റെ ആത്മീയജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ദൈവത്തിന് അന്യപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ചില ഇടങ്ങളിലാക്കും. നിൻ്റെ കഴിവോ മിടുക്കോ യോഗ്യതയൊന്നും അല്ല, ദൈവത്തിൻ്റെ ഫേവർ അതിന് കാരണമായി തീരുന്നത്. ഈ ഹേഗായിക്ക് ഇവളോട് പ്രീതി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ദൈവം അവൾക്ക് വേണ്ടി അങ്ങനെ തോന്നിച്ചത് അവനെ കൊണ്ട്. ഹല്ലേലൂയ. ഹേഗായി പറയാം, മക്കളെ, ഇന്നിൻ്റെ കാര്യം മാത്രമേ നീ പറയാവൂ, വേറൊന്നും പറയില്ല കേട്ടോ. ഹല്ലേലൂയ. ബാക്കി എല്ലാവരും ഓരോന്ന് മേടിച്ച് അവിടെ റൂട്ടിൽ പോയപ്പോൾ അടുത്ത ഊഴം എസ്തേർ രാജസന്നിലേക്ക് വരികയാണ്. അവിടെ വായിക്കുന്നൊരു പദമുണ്ട്. ഹല്ലേലൂയ. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാട്ടിലും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പ്രീതിയും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. കണ്ടോ, ഹേഗായി പറഞ്ഞു കൊടുത്തതുപോലെ. ഈ ഹേഗായി നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായിട്ട് നമുക്ക് കാണാം. അതാത് സമയങ്ങളിൽ ആമേൻ നമുക്ക് തരുന്ന വേണ്ടുന്ന ഗൈഡൻസുകൾ നൽകി, വിലക്കപ്പെടേണ്ട ഇടങ്ങളിൽ വിലക്ക് കൽപ്പിച്ച്, ആമേൻ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഇടങ്ങളിൽ സപ്പോർട്ട് ചെയ്ത്, നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ ഒരുക്കി തന്ന് രാജസന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. മണവാളനാകുന്ന യേശുവിൻ്റെ രാജസന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. കിരീടം നമ്മുടെ തലയിൽ വരുമെന്ന് അവനറിയാം. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചില ഇടങ്ങളിൽ നിന്നെ വിലക്കും, ചില കാര്യങ്ങൾ നിന്നെ വിലക്കും. എന്തിനാ? ഒരു കിരീടം നിൻ്റെ മേൽ വരാൻ പോവുക. കുഞ്ഞെ, അവരോടുകൂടെ നമ്മളെ ക്രൂശിച്ചേക്കുക കേട്ടോ. ക്രൂശിക്കപ്പെട്ടവന് പിന്നെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അവനെ ആളുകൾ പരിഹസിക്കും, അവനെ ആളുകൾ പിറുപിറുക്കും, കളിയാക്കും. പക്ഷെ തിരിച്ച് പ്രതികരിക്കത്തില്ല. ആ ദൈവോരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രാജകിരീടം എസ്തേറിൻ്റെ തലയിലേക്ക് വരാനായിട്ട് ആ പെൺകുട്ടി ചില കാര്യങ്ങൾ അനുസരിച്ചല്ലോ. ഞങ്ങളും ഒരു യാത്രയിലേക്കാണ്, ഒരു ആത്മമണവാളനെ മീറ്റ് ചെയ്യാനുള്ള യാത്രയിലേക്ക്. അതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവെന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അതുപോലെ അനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിലക്ക് കൽപ്പിക്കുന്ന ഇടങ്ങളിൽ വിലക്കപ്പെട്ട രീതിയിൽ തന്നെ നിൽക്കാൻ കൃപ നൽകണമേ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.